അടുത്തത് അഞ്ചാമത് എനിക്ക് ഓർപ്പിക്കുവാൻ തക്കവണ്ണമുള്ളത്, ദിസ് അതോറിറ്റി given to Jesus disciples. അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? യേശുവിൻ്റെ ശിഷ്യന്മാർക്ക് ഈ അധികാരം കർത്താവ് നൽകി. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇന്ന് നമ്മൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ ഓർക്കണം, ദൈവമായ കർത്താവ് ഈ അധികാരത്തെയൊക്കെ ആർക്ക് തന്നിട്ടുണ്ട്? തൻ്റെ ശിഷ്യന്മാർക്ക് തന്നിട്ടുണ്ട്. നമ്മൾ അത് നമുക്ക് പ്രാക്ടിക്കലാക്കാൻ പറ്റുമോ? ഇത് എളുപ്പമുള്ള കാര്യമല്ല അല്ലേ? ഇതെങ്ങനെയാണ് പറ്റുന്നേ? ഹല്ലേലൂയ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ശിഷ്യന്മാരെ അയക്കുമ്പോൾ ഹല്ലേലൂയ, അനന്തരം അത് മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 1-ാമത്തെ വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്. അനന്തരം അവൻ തൻ്റെ 12 ശിഷ്യന്മാരെയും അടുക്കൽ വിളിച്ചു, അശുദ്ധാത്മാക്കളെ പുറത്താക്കുവാനും സകലവിധ ദീനവും വ്യാധിയും പൊറുപ്പിപ്പാനും അവർക്ക് അധികാരം കൊടുത്തു. Jesus called his 12 disciples to him and gave them authority to drive out impure spirit and to heal every disease and sickness. Praise the Lord. ഹല്ലേലൂയ. ഇതാണ് നമുക്ക് അവിടെ കാണുവാൻ തക്കവണ്ണം കഴിയുന്നത്. ഹല്ലേലൂയ. അടുത്തത് നമ്മൾ when we come to the 28th chapter of Matthew, hallelujah, the great commission, hallelujah, 28th chapter, verses 18 and 20, the great commission where Jesus says, all authority in heaven and on earth has been given to me, therefore you go. Praise the Lord. So that means our God, He has imparted this same authority to His disciples. His disciples means, hallelujah, not only that 12 disciples, amen, hallelujah, ഒരുവൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ, amen, hallelujah, അവൻ തന്നെ താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ എന്ന് പറഞ്ഞതായ ആ കർത്താവ് തന്നെ അനുഗമിച്ചതായ എല്ലാ പ്രിയപ്പെട്ടവരെയും ശിഷ്യരാക്കി. Praise the Lord. Hallelujah. If anyone wants to follow me, let him deny himself and take up his cross and follow me. That's what he said. And all those who rejected themselves and took the cross of Jesus Christ and followed Jesus Christ and made them his disciples.